Hi dears, Calicut University 6th semester BCom ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയുടെ പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ ഏതെല്ലാം ഭാഗത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്, ഏതെല്ലാം ഭാഗത്തിന് 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയുടെ സിലബസിൽ 5 മൊഡ്യൂളുകളാണുള്ളത്. അതിലെ ഫസ്റ്റ് 2 മൊഡ്യൂളുകൾ ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതായത് 5th സെമസ്റ്റർ പഠിച്ച ഇൻകം ടാക്സിൻ്റെ തുടർച്ചയായിട്ടാണ് 2 മൊഡ്യൂൾ വരുന്നത്. പിന്നീട് വരുന്ന 3 മൊഡ്യൂളുകൾ ജി എസ് ടിയുടെ ഭാഗമാണ്. മുൻ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പേപ്പറിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തിയറിക്കാണ്. 2 ക്വസ്റ്റ്യൻസൊക്കെയാണ് പ്രോബ്ലമായിട്ട് വരാറുള്ളത്. മൊഡ്യൂൾ 1 ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂഡിങ് അതർ പേഴ്സൺസ് ഇൻകം ടു ദി ടോട്ടൽ ഇൻകം ഓഫ് അസസി. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അയാളുടെ ഇൻകത്തോടു കൂടി മറ്റു ഒരുപാട് ഇൻകംസ് എന്ത് ആഡ് ചെയ്യുന്നു. അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈനർ ചൈൽഡിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നു ഇൻകം ആഡ് ചെയ്യുന്നതിനാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂഡിങ് അതർ പേഴ്സൺസ് ഇൻകം ടു ദി ടോട്ടൽ ഇൻകം ഓഫ് അസസി ഈസ് കാൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ ഒരു 10ഓളം ഇൻകംസ് ഒരാളുടെ ഇൻകത്തോടു കൂടി ക്ലബ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു 5 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത് ക്ലബിംഗ് ഓഫ് ഇൻകം. ഈ ഒരു ടേം ചിലപ്പോൾ 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ദെൻ സെക്കൻഡ് വരുന്ന ടോപ്പിക്കാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകം. ഈ ഒരു ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ ടോട്ടൽ ഇൻകം കണ്ടെത്തുമ്പോൾ മറ്റൊരുപാട് ഇൻകംസും കൂടി എന്തുണ്ട് അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ വരുന്നുണ്ട്. അതിൽ വരുന്ന ഇൻകംസ് ആണ് ഒന്ന് ഷെയർ ഓഫ് മെമ്പർ ഫ്രം ആൻ എ ഒ പി ഓർ ബി ഒ ഐ. എ ഒ പിയുടെ ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ബി ഒ ഐ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇത്തരം ഷെയർ എന്ത് ചെയ്യും അഗ്രിഗേറ്റ് ചെയ്യും, നമ്മുടെ ഇൻകത്തോട് കൂടി കൂട്ടും. അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ്, അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആൻഡ് അൺറെക്കോർഡഡ് മണി, ഗോൾഡ് എക്സെട്ര. അതുപോലെ തന്നെ എമൗണ്ട് പ്രീപെയ്ഡ് ഓൺ ഹണ്ടീസ്. അപ്പോൾ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 2 ടോപ്പിക്കാണ്. ഒന്ന് ക്ലബിംഗ് ഓഫ് ഇൻകം, മറ്റൊന്ന് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എസ് ആയിട്ടും ഷോർട്ട് എസ് ആയിട്ടും 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ റൂൾസ് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ ഇതിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് സെറ്റ് ഓഫ് ലോസ് ആണ്. സെറ്റ് ഓഫ് ലോസ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഇൻകം ടാക്സിൽ 5 ഹെഡ് ഓഫ് ഇൻകംസ് ആണുള്ളത് അല്ലേ. ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷന്, ക്യാപിറ്റൽ ഗെയിന്, അതർ സോഴ്സ്. ഈ 5 ഹെഡിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോസ് എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരു ഇൻകമായിട്ട് എന്ത് ചെയ്യണം, അതിനെ ഇല്ലായ്മ ചെയ്യണം. അതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ലോസ് സംഭവിച്ചു, അത് ഈ ഒരു വർഷം എന്ത് ചെയ്തില്ല, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത വർഷത്തേക്ക് സെറ്റ് ഓഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കും. അതിനെയാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അടുത്ത വർഷത്തേക്ക് അല്ലേ. സ്റ്റിൽ ദർ ഇസ് എ ലോസ്, ഇറ്റ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ ഫോർ സെറ്റ് ഓഫ്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് 2 ടൈപ്സ് ഓഫ് സെറ്റ് ഓഫ് ആണുള്ളത്. ഒന്ന് ഇൻട്രാ സോഴ്സ് സെറ്റ് ഓഫ്, മറ്റൊന്നാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്.
2 ടൈപ്സ് ഓഫ് സെറ്റ് ഓഫ് ഉള്ളത്, ഇൻട്രാ സോഴ്സും അതുപോലെ തന്നെ ഇൻ്റർ ഹെഡും. അതിൽ ഇൻട്രാ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ ഒരു സോഴ്സിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാനായിട്ടുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പറഞ്ഞ പേരാണെന്ത്, ഇൻട്രാ സോഴ്സ് അല്ലേ. സെയിം ഗെയിൻ തന്നെ എന്ത് വേണം, നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണം. സ്പെക്കുലേഷനിൽ ലോസ് വന്നു കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ ഗെയിൻ തന്നെ വേണം. ദെൻ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്, ഏതെങ്കിലും ഒരു ഹെഡിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഹെഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ നഷ്ടത്തെ നികത്താൻ പറ്റും. ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ഇൻകത്തിൽ നിന്ന് നികത്താൻ പറ്റും. അതിനെയാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കുറേ എക്സംഷൻ റൂൾസ് ഉണ്ട്, അതും കൂടി അറിയണം. ഇനി നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് റൂൾ ഓഫ് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ ഒരു ഭാഗം അറിഞ്ഞാൽ തന്നെ ഈ സെറ്റ് ഓഫ് ലോസിലെ കംപ്ലീറ്റ് കാര്യങ്ങളും അറിയും. ഇൻട്രാ സോഴ്സിൻ്റെ കാര്യങ്ങളും അറിയും, അതിലെ എക്സംഷൻ റൂൾസും മനസ്സിലാവും, ഇൻ്റർ ഹെഡിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് റൂൾസ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. സാലറിയിൽ, ഒരാളുടെ സാലറിയിൽ ഒരിക്കലും എന്ത് വരില്ല, ലോസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ വരില്ല. അതുകൊണ്ട് തന്നെ നോ റൂൾസ് ഫോർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസ്. സാലറി ഇൻകത്തിൽ സെറ്റ് ഓഫും ഇല്ല, എന്തുമില്ല, ക്യാരി ഫോർവേഡും ഇല്ല. കാരണം എന്താ, സാലറിയിൽ ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. സെക്കൻഡാണ് ലോസ് അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി, HP. ഹൗസ് പ്രോപ്പർട്ടിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം, മറ്റു ഏതൊരു ഇൻകത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ബിസിനസ് ഇൻകത്തിൽ നിന്നോ മറ്റു ക്യാപിറ്റൽ ഗെയിൻ ഏതിൽ നിന്നും കിട്ടും, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ക്യാരി ഫോർവേഡ് 8 അസസ്മെൻറ്റ് ഇയർ ആണ്. 8 വർഷം വരെ എന്ത് ചെയ്യും, നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് കണ്ട് ആ ലോസിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി നഷ്ടം വന്നു കഴിഞ്ഞാൽ എനി അതർ ഹെഡാണ് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ ബിസിനസ് ലോസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം ഹെഡ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലെ ഏതെങ്കിലും ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. മറ്റു ഹെഡിലേക്ക് പോകുമ്പോഴല്ല, ബിസിനസ്സിലെ ഹെഡ് ഇൻകം തന്നെ ആയിരിക്കണം എന്തിന്, സെറ്റ് ഓഫിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ദെൻ ക്യാരി ഫോർവേഡ് 8 അസസ്മെൻറ്റ് ഇയർ, 8 അസസ്മെൻറ്റ് ഇയർ വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ വളരെ പ്രധാനപ്പെട്ടാണ് ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ് അല്ലേ, ഊഹക്കച്ചവടം. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഓൺലി ഗെയിൻ ഫ്രം സ്പെക്കുലേഷൻ. മറ്റു ബിസിനസ് ഗെയിനൊന്നും എടുക്കാൻ പറ്റില്ല, സ്പെക്കുലേഷൻ ഗെയിൻ തന്നെ വേണം. എന്ത്, അപ്പോൾ സ്പെക്കുലേഷനിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ ഗെയിൻ തന്നെ എന്ത് വേണം, സെറ്റ് ഓഫിന് വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ക്യാരി ഫോർവേഡ് ചെയ്യും. 4 അസസ്മെൻറ്റ് ഇയർ വരെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെക്കുലേഷൻ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ 2 ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. STCL ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. 8 അസസ്മെൻറ്റ് ഇയർ വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഓൺലി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. 8 അസസ്മെൻറ്റ് ഇയർ വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടാണ് ലോസ് ഫ്രം ആക്ടിവിറ്റി ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഓഫ് ഹോഴ്സ്. ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഓഫ് ഹോഴ്സിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഓൺലി ഇൻകം ഫ്രം സെയിം സോഴ്സ്. ഈ ഒരു ഭാഗത്ത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹെഡിലെ ഇൻകം കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. 4 അസസ്മെൻറ്റ് ഇയർ വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ റൂൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നാൽ ഇവിടുത്തെ പ്രോബ്ലംസും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു ഭാഗം അറിയണ്ട, ഈ റൂള് അറിഞ്ഞാൽ പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലംസൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൽ സെറ്റ് ഓഫ് എന്താ അറിയണം, ക്യാരി ഫോർവേഡ് എന്താ അറിയണം, ഇൻട്രാ സോഴ്സ് എന്താ അറിയണം, ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്താ അറിയണം, അവിടേക്കുള്ള എക്സംഷൻസ് റൂൾ അറിയണം, ദെൻ റൂൾ ഓഫ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. അത്രയും ടോപ്പിക്ക് അതിൻ്റെ പ്രോബ്ലംസും അവിടെ അറിഞ്ഞിരിക്കണം. വളരെ വലിയ ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. അല്ലേ, ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ഹെഡും കൂട്ടിയതാണ്. 5 ഹെഡും കൂട്ടിയതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ ഇൻകം കിട്ടുക. അപ്പോൾ ഈ ഒരു ഡിഡക്ഷൻസ് വലിയ ടോപ്പിക്കാണ്. ആ ഒരു ഡിഡക്ഷൻസ് ആയിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിലെ ഏതെങ്കിലും ഭാഗങ്ങൾ 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ വരാൻ പറ്റും, ഒക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 80C അറിഞ്ഞിരിക്കണം, 80DD അറിഞ്ഞിരിക്കണം, 80D അറിഞ്ഞിരിക്കണം, 80G കൃത്യമായിട്ട്. G ഒക്കെ പല തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അത്തരം ഭാഗങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ടോട്ടൽ ഇൻകം ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. നമുക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോബ്ലമാണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. ആദ്യം 5 ഹെഡിലെ ഇൻകംസ് കൂട്ടുക, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. എന്നിട്ട് ഡിഡക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടും. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് ലാബിലിറ്റി കാണാൻ സ്ലാബ് റേറ്റും പിന്നെ മറ്റു അഡീഷണൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രോബ്ലം 100% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടേമുകളാണ്. ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് റിബേറ്റ്, ദെൻ സർചാർജ്. 1 കോടി മുകളിൽ ഉണ്ടാകുമ്പോഴാണ് സർചാർജ് ലഭിക്കുക. ദെൻ മാർജിൻ റിലീഫ് സർചാർജുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ദെൻ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. ഇൻഡിവിജ്വൽസിൻ്റെ കേസിലുള്ള വരുന്ന ടാക്സ് ആണെന്ത്, ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് AMT. അപ്പോൾ റിബേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, സർചാർജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മാർജിൻ റിലീഫ് എന്താ അറിഞ്ഞിരിക്കണം, AMT ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താ അറിഞ്ഞിരിക്കണം. 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇവിടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് GTI ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, അതുപോലെ തന്നെ TI ടോട്ടൽ ഇൻകം എന്താണ്. ഈ ഒരു ടോപ്പിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഇൻകം ടാക്സ് അതോറിറ്റീസ്. വളരെ പ്രാധാന്യം നൽകി പഠിക്കേണ്ട മൊഡ്യൂളാണ്. എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് വേരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യയാണ്. ഇതിൽ 10ഓളം ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ചാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT. ഇന്ത്യയിലെ ഇൻകം ടാക്സിൻ്റെ അപ്പെക്സ് അതോറിറ്റിയാണെന്ത് CBDT. അപ്പെക്സ് ആൻഡ് അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ത് CBDT. അതിൻ്റെ പവറും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 5 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ത് CBDTയും അതിൻ്റെ പവറും. പിന്നീട് മറ്റു ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഇവർക്ക് കമ്മീഷണർ എന്നും പറയും. അവരുടെ ഡ്യൂട്ടീസ് എന്താണോ അതിൽ ടോപ്പിക്കിൽ പറയുന്നത് അത് തന്നെയാണിത് ഡയറക്ടർ, അല്ലേ, ഇൻകം ടാക്സിൻ്റെ ഡയറക്ടറാണ്. ഡയറക്ടർ ജനറൽ ആ ഒരു പേരിനെയാണിത് അവരുടെ ഡ്യൂട്ടീസ്. അപ്പോൾ പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. CBDT കൃത്യമായിട്ട് പഠിക്കാം. പിന്നീട് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നമ്മൾ ഇൻകം ടാക്സ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് വെക്കുന്നത്. ഇവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ഈ വർഷം തന്നെ എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കുക. അസസ്മെൻറ്റ് ഇയർ തന്നെ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞാണിത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ. പേ ആസ് യു ഏൺ. നമ്മൾ എപ്പോഴാണോ
ആ ഒരു എമൗണ്ട് ഏൺ ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കുക. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, TDS. വളരെ പ്രാധാന്യമുള്ളതാണ്, പരീക്ഷയ്ക്ക് 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. TDS കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഒരു ലോട്ടറി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലോട്ടറിയിൽ നമുക്കൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് അല്ലേ ടാക്സ് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക കിട്ടുക. അപ്പോൾ ആ സോഴ്സിൽ നിന്ന് ടാക്സ് കുറക്കുന്നത് എന്ന് പറഞ്ഞത് TDS എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റിക്കവറി ഓഫ് ടാക്സ്, ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിക്കവറി മോഡ്സ്. അവിടെ 2 മോഡുണ്ട്. ഏതൊക്കെയാണ്? സർട്ടിഫിക്കറ്റ് മോഡ് ഓഫ് റിക്കവറി അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ അതർ മോഡ് ഓഫ് റിക്കവറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണിത്, റിക്കവറി മോഡ്സ്. ഓക്കെ അല്ലോ. പിന്നീട് ഇവിടെ വരുന്നത് പ്രൊസീജിയർ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ഈ ഒരു ടോപ്പിക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. ദെൻ വളരെ പ്രാധാന്യം നൽകി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിട്ടേൺ. ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. പല വർഷങ്ങളും ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം കൂടിയാണ് ടൈപ്സ് ഓഫ് റിട്ടേൺ. അതായത് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ഇൻകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പായിട്ട് വെളിപ്പെടുത്തുന്നതാണ് റിട്ടേൺ ഫയലിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി അയാൾക്ക് ഇത്ര ഇൻകം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക, വെളിപ്പെടുത്തുക. ഇവിടെ 6 ടൈപ്സ് ഓഫ് റിട്ടേൺ ആണുള്ളത്. വളണ്ടറി റിട്ടേൺ, അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുക, സ്വമേധയായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഇത്രമാത്രം ഇൻകം ഉണ്ട് എന്ന് കാണിക്കുന്നത് വളണ്ടറി റിട്ടേൺ. ദെൻ സെക്കൻഡ് ആണ് ബിലേറ്റഡ് റിട്ടേൺ. ബിലേറ്റഡ് എന്നാണ് അല്ലേ, ലേറ്റഡ് റിട്ടേൺ ആണ്. അപ്പോൾ ഒരാൾക്ക് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ ലേറ്റായിട്ട് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അതിനെയാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ദെൻ റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, കണ്ടെത്തുകയാണ്. അപ്പോൾ ഇന്നത് തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളത് റിവൈസ് ചെയ്തിട്ട് വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അതിനാണ് റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ റിട്ടേൺ ഓഫ് ലോസ്. ഏതെങ്കിലും ഹെഡിൽ 5 ഹെഡിൽ ഏതെങ്കിലും ഹെഡിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസിനും എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ലോസ് ഒരു വർഷം ലോസാണ് സംഭവിച്ചെങ്കിൽ ആ ലോസിനും എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ദെൻ കമ്പൽസറി റിട്ടേൺ. ഒരാൾ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ടൈം കഴിഞ്ഞിട്ടും റിട്ടേൺ ഫയൽ, അതായത് ഫസ്റ്റ് വളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അയാളോട് കമ്പൽസറി ആയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിട്ടേൺ നിങ്ങളുടെ ഇൻകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സമർപ്പിക്കണം എന്ന് പറയും. അതിനെയാണ് കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത്. ദെൻ ഡിഫക്റ്റീവ് റിട്ടേൺ. നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിൽ ഇന്ന മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഇൻകം ടാക്സ് അതോറിറ്റി പറഞ്ഞിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു മിസ്റ്റേക്ക്, ആ ഡിഫക്റ്റ് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനെയാണ് ഡിഫക്റ്റീവ് റിട്ടേൺ. അപ്പോൾ 6 റിട്ടേണും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ITR ഫോംസ് ആണ്. ഒരു 7 ITR ഫോംസ് ഉണ്ട്. ആ 7 ITR ഫോംസും അവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ, ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് റിട്ടേൺ ആണ്. എന്താണ് ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് റിട്ടേൺ, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പാൻ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത്, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത് പാൻ ഏതൊക്കെ കേസിലാണ് കമ്പൽസറി എന്നീ കാര്യങ്ങളും കറക്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കും കൂടി അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഒരു ടോപ്പിക്കാണ് അസസ്മെൻറ്റും ആൻഡ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. കൃത്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ദെൻ ഇവിടെ 5 അസസ്മെൻറ്റാണ് വരുന്നത്. സെൽഫ് അസസ്മെൻറ്റ്, ദെൻ അസസ്മെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് റിട്ടേൺ, റെഗുലർ അസസ്മെൻറ്റ്, അതിൽ 2 അസസ്മെൻറ്റ്,
അസസ്മെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് എവിഡൻസും ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റും ദെൻ റീ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് ദെൻ പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഈ 5 അസസ്മെൻറ്റും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എസ് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. ഇതിലെ ഓരോ ടേമും 2 മാർക്കിനൊക്കെ വരാനും സാധ്യതയുണ്ട്. കൃത്യമായിട്ട് പഠിക്കും. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ 2 മൊഡ്യൂൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന 3 മൊഡ്യൂളുകൾ ജി എസ് ടിയുടെ ഭാഗമാണ്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി എന്താണെന്നാണ്. അല്ലേ, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ത് ജി എസ് ടി. കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ത് ജി എസ് ടി. അപ്പോൾ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ആ ഇൻഡയറക്റ്റ് ടാക്സൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ ടാക്സിൻ്റെ കീഴിലാക്കി. അതിനെ പറഞ്ഞ പേരാണെന്ത് ജി എസ് ടി. അപ്പോൾ ജി എസ് ടിയുടെ കറക്റ്റ് ഒരു മീനിങ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നീട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്ത ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഫസ്റ്റ് ജൂലൈ 2017 ഇന്ത്യയിൽ എന്ത് ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട അത് പാർലമെൻറ്റ് പാസ്സാക്കുന്നതും ആ നിയമം നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി, ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, ദെൻ സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ബെനഫിറ്റ്സ്, ലിമിറ്റേഷൻസ്. അപ്പോൾ ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജി എസ് ടി എന്താണെന്നും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഫീച്ചേഴ്സും സ്കോപ്പും അഡ്വാൻറ്റേജസും ബെനഫിറ്റ്സും ലിമിറ്റേഷൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് 3 പ്രധാനപ്പെട്ട ടാക്സുകളാണ് ജി എസ് ടിയുടെ അണ്ടറിൽ വരുന്ന 3 ടാക്സുകളാണ്. മുൻ വർഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം കൂടിയാണിത്. ഈ 3 ടാക്സുകൾ. അതിൽ ഫസ്റ്റ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സ് ആണിത്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സ് ആണിത്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മൾ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ജി എസ് ടി ആണിത്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഐ ജി എസ് ടി. ഐ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നൽകേണ്ട ടാക്സ് ആണിത് ഐ ജി എസ് ടി. അപ്പോൾ എസ് ജി എസ് ടി എന്താണെന്നും സി ജി എസ് ടി എന്താണെന്നും ഐ ജി എസ് ടി എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ വരുന്നതാണ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ ജി എസ് ടി. അല്ലേ, ടാക്സ് ലെവി ചുമത്തുന്നതും അത് കളക്ട് ചെയ്യുന്നതും ജി എസ് ടിയുടെ അണ്ടറിൽ ലെവി ആൻഡ് കളക്ഷൻ. ഈ ടോപ്പിക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ കോമ്പോസിഷൻ ലെവി അണ്ടർ ജി എസ് ടി. 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണെന്ത് കോമ്പോസിഷൻ ലെവി അണ്ടർ ജി എസ് ടി എന്ന് പറയുന്ന ടോപ്പിക്ക്. പിന്നെ ഇവിടെ വളരെ പ്രാധാന്യം നൽകി പഠിക്കേണ്ട ടോപ്പിക്കാണ്, എസ് ആയിട്ടൊക്കെ വരാൻ സാധ്യത ടോപ്പിക്കാണ് ജി എസ് ടി ടാക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ടാക്സ് റേറ്റ്. ജി എസ് ടിയിലെ ടാക്സ് റേറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. ഇതിലൊക്കെ ഓരോന്നിലും വരുന്ന ഗുഡ്സ് ഏതൊക്കെയാണ്? 0% ഏതിനൊക്കെയാണ് ആപ്ലിക്കബിൾ, 5% ഏതൊക്കെ ആപ്ലിക്കബിൾ, 12% അങ്ങനെ ഓരോന്നിൻ്റെയും ആപ്ലിക്കബിലിറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ജി എസ് ടിയിൽ ഒരു തവണ എസ് വന്ന ക്വസ്റ്റ്യൻസ് ആണിത് ജി എസ് ടിയുടെ റേറ്റ്. ദെൻ സ്പെഷ്യൽ റേറ്റ്, 2 സ്പെഷ്യൽ റേറ്റ് ഉണ്ട്, 2.5ഉം 3%. ഗോൾഡും മറ്റു സ്പീഷ്യസ് മെറ്റൽസിനൊക്കെയുള്ള റേറ്റാണ്. ആ സ്പെഷ്യൽ റേറ്റും അറിഞ്ഞിരിക്കണം. അപ്പോൾ ജി എസ് ടിയുടെ റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ദെൻ പിന്നീട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ് ജി എസ് ടി കൗൺസിൽ. അല്ലേ, ജി എസ് ടി സി എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിൽ എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസും പവറും. അപ്പോൾ ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് അതിൻ്റെ ഫങ്ഷൻസും പവറും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ എച്ച് എസ് എൻ ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് ന്യൂമൻക്ലാച്ചർ എന്താണ്? ഈ ഒരു ഷോർട്ട് ഫോം ഒക്കെ കറക്റ്റ് മനസ്സിലാക്കുക. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് ന്യൂമൻക്ലാച്ചർ, അതിൻ്റെ ഒരു മീനിങ്ങും കൃത്യമായിട്ട് കൊടുക്കുക.
ദെൻ സർവീസ് അക്കൗണ്ടിങ് കോഡ് SAC. അപ്പോൾ 3 ടേമുകളാണ് പറഞ്ഞത്. ഒന്ന് GST കൗൺസിൽ, ഫങ്ഷൻസ്, പവേഴ്സ്. 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ HSN, ദെൻ SAC. ഈ 3 ടേമും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് മൊഡ്യൂളാണ്, 4th മൊഡ്യൂളാണ് GST രജിസ്ട്രേഷൻ. വളരെ പ്രാധാന്യമുള്ള മൊഡ്യൂൾ തന്നെയാണ് GST രജിസ്ട്രേഷൻ. ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് GST രജിസ്ട്രേഷൻ, ആരൊക്കെയാണ് GST രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ 40 ലക്ഷത്തിൽ കൂടുതൽ, 40 ലാഖിന് കൂടുതൽ അല്ലേ, നമ്മളുടെ ത്രഷ് ലിമിറ്റ് എത്രയാണ്? 40 ലക്ഷമാണ്. ഒരാളുടെ സപ്ലൈ 40 ലക്ഷത്തിന് മുകളിൽ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് GSTയിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ 20 ലാക്ക് ഓർ 10 ലാക്ക് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സപ്ലൈ 40 ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും GSTയിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് GSTയിൽ രജിസ്റ്റർ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അല്ലെ, ഒരാൾ ഓതറൈസ്ഡ് സപ്ലയർ ആവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ എന്താണ് GST രജിസ്ട്രേഷനും അതിൻ്റെ ബെനിഫിറ്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. 5 മാർക്കിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദെൻ പ്രൊസീജിയർ ഓഫ് GST രജിസ്ട്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് പ്രൊസീജിയർ ഓഫ് GST. അല്ലെ, GST രജിസ്റ്റർ ചെയ്യുന്ന പ്രൊസീജിയർ. ദെൻ ടൈപ്സ് ഓഫ് GST രജിസ്ട്രേഷൻ. ഇവിടെ 3 രജിസ്ട്രേഷൻ ഉള്ളത്. കമ്പൽസറി രജിസ്ട്രേഷന്, വളണ്ടറി രജിസ്ട്രേഷന്, സോമോട്ടോ രജിസ്ട്രേഷൻ. സോമോട്ടോ രജിസ്ട്രേഷന് മറ്റൊരു പേരും കൂടി പറയും രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ കമ്പൽസറി രജിസ്ട്രേഷൻ പറഞ്ഞാൽ ഒരാൾ 40 ലക്ഷത്തിൻ്റെ മുകളിൽ അയാളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ, അതായത് അല്ലേ, ഇവിടെ സപ്ലൈ ഓഫ് ആർട്ടിക്കിൾ 40 ലക്ഷത്തിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ദെൻ വളണ്ടറി രജിസ്ട്രേഷൻ, നമ്മളുടെ ടേൺ ഓവർ 40 ലക്ഷത്തിന് താഴെയാണെങ്കിലും, ഇനി സ്പെഷ്യൽ സ്റ്റേറ്റ് 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വമേധയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടും. GST രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റും എന്തും കിട്ടും? വളണ്ടറി രജിസ്ട്രേഷനും കിട്ടും. ദെൻ സോമോട്ടോ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ത്രഷ് ലിമിറ്റിൽ കൂടുതലാണ് നമ്മളുടെ സപ്ലൈ അല്ലെ, നമ്മളുടെ ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലാണ്, എന്നിട്ട് നമ്മൾ GST രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് എന്ത് ചെയ്യും? ഈ GST ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് എന്ത് ചെയ്യും? നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യാൻ പറയും. അതിനെയാണ് എന്ത് പറയുന്നത്? സോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യാണ്? നമ്മളെ കൊണ്ട് രജിസ്ട്രേഷൻ എടുപ്പിക്കുകയാണ്. അതാണ് സോമോട്ടോ. അപ്പോൾ ഈ 3 ടൈപ്സ്, കമ്പൽസറി രജിസ്ട്രേഷന്, വളണ്ടറി രജിസ്ട്രേഷന്, സോമോട്ടോ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ വരുന്ന 3 ടേമുകളാണ് ഡീംഡ് രജിസ്ട്രേഷൻ. നമുക്കറിയാം GST രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണെങ്കിൽ അല്ലേ, SGSTയുടെ അണ്ടറിലാണ്, സെൻട്രലിൻ്റെ അണ്ടറിലാണെങ്കിൽ, പിന്നെ അങ്ങനെ യൂണിയൻ ടെറിട്ടറിൻ്റെ അണ്ടറിൽ, ഓരോന്നിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. ഒരൊറ്റ രജിസ്ട്രേഷൻ, എല്ലാത്തിനും ഒരൊറ്റ രജിസ്ട്രേഷനാണത്. സിംഗിൾ രജിസ്ട്രേഷൻ ഫോർ ഓൾ ടാക്സ്. അതിനെയാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? സിംഗിൾ രജിസ്ട്രേഷൻ ഫോർ ഓൾ ടാക്സ് ആണത് ഡീംഡ് രജിസ്ട്രേഷൻ. ദെൻ അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ, നമ്മൾ രജിസ്റ്റർ ചെയ്ത എന്ത് ചെയ്യണം? എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിന് പെണ്ണാണത് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ദെൻ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രജിസ്ട്രേഷന് ക്യാൻസൽ ചെയ്യാം അല്ലേ, ഇല്ലായ്മ ചെയ്യാം. അവിടെ തന്നെ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷനും അറിഞ്ഞിരിക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഭാഗത്ത് എന്താണ് രജിസ്ട്രേഷൻ? ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാനാണ് ഒരാൾ GSTയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ബെനഫിറ്റ്സ്, പ്രൊസീജിയർ, ടൈപ്സ്, 3 ടൈപ്പുകൾ: ഡീംഡ് രജിസ്ട്രേഷന്, അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷന്, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്ന ടോപ്പിക്കാണ് ടാക്സ് ഇൻവോയ്സ്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ബൈ സപ്ലയർ ടു ബയ്യർ. ഒരു സപ്ലയർ ബയ്യർക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
നൽകുന്ന ഡോക്യുമെൻറ്റിന് പറഞ്ഞ പേരാണെന്ത്? ടാക്സ് ഇൻവോയ്സ് അല്ലേ? ബില്ലാണെന്ത്? ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ എന്താണ് ടാക്സ് ഇൻവോയ്സ്? അതിൻ്റെ കണ്ടൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നീട് ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട ടേമാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. കൃത്യമായിട്ട് പഠിക്കുക. 5 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ടേമാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. അതുപോലെ തന്നെ കണ്ടൻസ്, അതിൽ ഉൾക്കൊള്ളുന്ന കണ്ടൻറ്റും കൃത്യമായിട്ട് അറിയാം. ഒരു ബില്ല് തന്നെയാണ് എന്ത്? ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടൊക്കെ. ദെൻ റെസിപ്റ്റ് വൗച്ചർ എന്താണ്, റീഫണ്ട് വൗച്ചർ എന്താണെന്നും കൂടി ടേമുകൾ ഇവിടെ മനസ്സിലാക്കണം. പിന്നീട് വരുന്നതാണ് GST റിട്ടേൺ അല്ലേ? 3 ടൈപ്സ് ഓഫ് റിട്ടേൺ ആണുള്ളത്. ഫസ്റ്റ് റിട്ടേൺ ഉണ്ട്, ആനുവൽ റിട്ടേൺ ഉണ്ട്, ഫൈനൽ റിട്ടേൺ ഉണ്ട്. ഫസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ GST രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആദ്യം റിട്ടേൺ സമർപ്പിക്കണം. ആനുവൽ റിട്ടേൺ പറഞ്ഞാൽ അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു? വർഷത്തിൻ്റെ അവസാനമാണ്. ദെൻ ഫൈനൽ റിട്ടേണും ഉണ്ട്. നെക്സ്റ്റ് ആണ് വേരിയസ് റിട്ടേൺസ് അണ്ടർ GST. ഒരുപാട് റിട്ടേൺസ് GSTയിലെ അണ്ടറിൽ വരുന്ന ഒരുപാട് റിട്ടേൺസ് ഉണ്ട്. ആ റിട്ടേൺസ് ഓരോന്നും ഒരു 11 റിട്ടേൺസ് പറയുന്നുണ്ട്. അതിൻ്റെ പർപ്പസും പറയുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു റിട്ടേൺ അല്ലേ, GST റിട്ടേൺ 1ഓ 2ഓ 3ഓ ഒരു റിട്ടേൺ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ റിട്ടേൺസ് കൃത്യമായിട്ട് പഠിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും? ആയിട്ടോ 5 മാർക്കിനൊക്കെ കംപ്ലീറ്റ് റിട്ടേൺസും ചോദിക്കും. അപ്പോൾ ആ റിട്ടേൺസ് പഠിക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് GST പ്രാക്ടീഷണർ അല്ലേ? GST കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് പറഞ്ഞ പേരാണെന്ന് GST പ്രാക്ടീഷണർ. അദ്ദേഹത്തിൻ്റെ റോളും കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5 പേയ്മെൻറ്റ് ടാക്സ് അണ്ടർ GST. ഈ മൊഡ്യൂളിൽ അറിഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ GST, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും. GST ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ എവിടെയാണോ ട്രാൻസ്ഫർ സപ്ലൈ ചെയ്തത് അവിടെയാണ് ഇത് ടാക്സ് പേയ്മെൻറ്റും നടത്തേണ്ടത്. അതായത് സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണെങ്കിൽ സ്റ്റേറ്റ് GSTയുടെ അണ്ടറിലാണ് ഇത് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ സെൻട്രൽ ലെവലിലാണെങ്കിൽ CGSTയുടെ അണ്ടറിലാണ് ഇത് പേയ്മെൻറ്റ് നടത്തുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ഗുഡ്സ് സപ്ലൈ എങ്കിൽ IGSTൻ്റെ അണ്ടറിലാണ് ഇത് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ അല്ലേ, ഒരു കൺസംഷൻ ബേസ്ഡാണ് ഇവിടെ പേയ്മെൻറ്റും നടത്തുന്നത്. നെക്സ്റ്റ് ആണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ലെഡ്ജറാണ്. ഒരു 3 ടൈപ്സ് ഓഫ് ലെഡ്ജർ ഉണ്ട്. അതിൻ്റെ പേരൊന്ന് മനസ്സിലാക്കുക. ദെൻ പെനാൽറ്റീസ് ആണ്. വളരെ പ്രാധാന്യം നൽകി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പെനാൽറ്റീസ് അണ്ടർ GST. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഒരാൾ GST റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, GST റിട്ടേൺ ഫയൽ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രോഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫ്രോഡിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയൊക്കെയാണ് പെനാൽറ്റി കിട്ടുക, ആ കാര്യങ്ങളൊക്കെ റീസണും മനസ്സിലാക്കണം. അതിൻ്റെ പെനാൽറ്റിയും കൃത്യമായിട്ട് പഠിക്കുക. 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പെനാൽറ്റീസ് അണ്ടർ GST. പിന്നീട് ഇവിടെ വരുന്നത് TDS ആണ്. നമ്മൾ ഇൻകം ടാക്സിൻ്റെ കേസിൽ പറഞ്ഞതാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ് TDS അല്ലേ? GSTയുടെ TDS റേറ്റ് 2% ആണെന്ന് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ദെൻ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ഉണ്ട് അല്ലേ? ആ ഒരു സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക? ടാക്സ് കളക്ട് ചെയ്യാം. TCS കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? ഈ ITC എന്നുള്ള ഫുൾ ഫോമൊക്കെ മനസ്സിലാക്കുക. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് ITC. പിന്നീട് അറിഞ്ഞിരിക്കുന്നതാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് അണ്ടർ GST. എന്തെല്ലാം അക്കൗണ്ടുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ബുക്കുകളാണ് GSTയുടെ അണ്ടറിൽ ഉള്ളത്, ആ ബുക്കുകളുടെയൊക്കെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ റിക്കവറി ഓഫ് ടാക്സ്, എങ്ങനെയാണ് ടാക്സ് റിക്കവറി നടന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 ടേമുകളാണ് ഇൻസ്പെക്ഷൻ അല്ലേ? ഒരു ഇൻസ്പെക്ട് ചെയ്യുക. ആ ഒരു GST പ്രാക്ടീസിന് എന്ത് ചെയ്യുന്നു? നമ്മളുടെ കാര്യങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെർച്ച് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സീസർ, പിടിച്ചു കിട്ടുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി പിടിച്ചു കിട്ടുന്നത് സീസർ വന്നത്. ദെൻ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക. ഇൻസ്പെക്ഷൻ എന്താണ്, സെർച്ച് എന്താണ്, സീസർ എന്താണ്, അറസ്റ്റ് എന്താണ്. അപ്പോൾ 5 മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു.